നമസ്തേ. ഇന്ന് ജരാസന്ധ വധത്തെക്കുറിച്ചുള്ള കഥയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജരാസന്ധ വധത്തെക്കുറിച്ചുള്ള കഥ പറയാമോ എന്ന്. എനിക്കറിയാവുന്ന ആ ഒരു കഥയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ പ്രഭാതകൃത്യങ്ങളും ജപധ്യാനാദികളും ദാനയജ്ഞാദികളും കഴിഞ്ഞ് കുടുംബാംഗങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിക്കും. അത് കഴിഞ്ഞാലുടൻ പ്രജാക്ഷേമവും ഭക്തരുടെ ക്ഷേമവുമാണ്. അതിനായി ഉദ്ധവരെയും സാത്യകിയെയും കൂട്ടി സഭാഗ്രഹത്തിലെത്തും. രാവിലെ കോഴി കൂവുന്നത് കർണകഠോരത്തേക്കാൾ ഹൃദയകഠോരമായി കൃഷ്ണപത്നിമാർ കരുതി. കാരണം കൃഷ്ണൻ കോഴിയുടെ ശബ്ദം കേട്ടാൽ ഉണർന്ന് ദിനചര്യകൾ ആരംഭിക്കും. ഭഗവാന്റെ ഓരോ ദിവസവും ചിട്ടയായി ഇങ്ങനെ നീങ്ങി. പ്രഭാതകൃത്യങ്ങളും ജപധ്യാനാദികളും ദാനയജ്ഞാദികളും കഴിഞ്ഞ് കുടുംബാംഗങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിക്കും. അത് കഴിഞ്ഞാലുടൻ പ്രജാക്ഷേമവും ഭക്തരുടെ ക്ഷേമവുമാണ്. അതിനായി ഉദ്ധവരെയും സാത്യകിയെയും കൂട്ടി സഭാഗ്രഹത്തിലെത്തും. അങ്ങനെ ഒരു ദിവസം ചർച്ചാവേളയിൽ ജരാസന്ധ ബന്ധനത്തിൽ കഴിയുന്ന രാജാക്കന്മാരുടെ ഒരു ദൂതൻ ഭഗവാനെ കാണാനെത്തി. ജരാസന്ധനെ വധിച്ച് തങ്ങളെ മോചിപ്പിക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം. 10,000 ഗജവീരന്മാരുടെ കരുത്തുള്ളവനാണ് ജരാസന്ധൻ. കൂടാതെ വരബലത്തിൻ്റെ പുറംപകിട്ടുമുണ്ട്. ഏതായാലും ദൂതന്റെ ആഗ്രഹം സാധിപ്പിക്കണം എന്നു തന്നെയായിരുന്നു കൃഷ്ണന്റെ ഉദ്ദേശം. അങ്ങനെ ദൂതനുമായി ചർച്ച പുരോഗമിക്കുന്നതിനിടയിലാണ് നാരദൻ സഭയിലെത്തിയത്. നാരദർ വെറുതെ ഒരിടത്ത് വരില്ല. എന്തെങ്കിലും ഈശ്വരീയ കാര്യത്തിന് വേണ്ടിയാണ് നാരദർ വരിക. ഭഗവാൻ എഴുന്നേറ്റ് ചെന്ന് നാരദരെ സ്വീകരിച്ച് ആനയിച്ചു യാത്രയുടെ ഉദ്ദേശം അന്വേഷിച്ചു. അപ്പോൾ നാരദർ പറയുകയാണ്, അങ്ങേക്കറിയാത്തതായി യാതൊന്നും എനിക്ക് ബോധിപ്പിക്കാനില്ല. എങ്കിലും അവിടുത്തെ മനുഷ്യനാട്യം അനുസരിച്ച് പറയാം. കുന്തിപുത്രൻ ധർമ്മജൻ രാജസൂയയാഗം നടത്താൻ ആഗ്രഹിക്കുന്നു. അതിൽ അങ്ങയുടെ സാന്നിധ്യവും അനുഗ്രഹവും വേണമെന്ന് പാണ്ഡവന്മാർ ആഗ്രഹിക്കുന്നു. രാജാക്കന്മാരുടെ ദൂതൻ അറിയിച്ച കാര്യവും നാരദ അറിയിച്ച കാര്യവും തുല്യ പ്രാധാന്യമുള്ളതാണ്. ഏതിന് പ്രഥമ ഗണന നൽകണം എന്നറിയുന്നില്ല. ഭഗവാൻ തൻ്റെ മന്ത്രിപുങ്കവനായ ഉദ്ധവരെ വിളിച്ചു കാര്യം അവതരിപ്പിച്ചു. ഉദ്ധവർ പറഞ്ഞു, അങ്ങയുടെ ഉദ്ദേശം പോലെ രണ്ടും ഒന്നിച്ച് നിർവഹിക്കുക. ഭഗവാന് തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അഭിപ്രായം ചോദിക്കുന്നതെന്ന് ഉദ്ധവർക്ക് അറിയാം. അതെ, ഉദ്ധവർ പറഞ്ഞതുപോലെ രണ്ട് കാര്യവും ഒന്നിച്ച് നിവർത്തിക്കാം. നാളെ തന്നെ പുറപ്പെടാം. അടുത്ത ദിവസം തന്നെ ഭീമസേനനും അർജുനനും കൃഷ്ണനും കൂടി രാജസൂയത്തിനായി ജരാസന്ധനെ ജയിക്കാൻ നിശ്ചയിച്ച് യാത്രയായി. ജരാസന്ധൻ വരംബലം കൊണ്ടും വജ്രതുല്യ ശരീരബലം ഉള്ളവനാണ്. ഭീമസേനന് മാത്രമേ അവനെ നിഗ്രഹിക്കാനാവൂ. നേരിട്ട് യുദ്ധത്തിൽ ജയിക്കലും അശുഭമായിരിക്കും. കാരണം ജരാസന്ധന്റെ സൈന്യം അതിവിപുലമാണ്. രണ്ട് ഭാഗത്തും ചേർന്ന് 100 അക്ഷൗഹിണിപ്പട യുദ്ധത്തിൽ നശിക്കും. അത് രാജസൂയ യാഗത്തിൻ്റെ പ്രൗഢി കുറയ്ക്കും. സൈന്യവുമായി ഏറ്റുമുട്ടൽ ഒഴിവാക്കി ദ്വന്ദ്വയുദ്ധമുറ തെരഞ്ഞെടുക്കാനാണ് അവർ നിശ്ചയിച്ചത്. അങ്ങനെ മൂവരും ബ്രാഹ്മണ വേഷത്തിൽ ജരാസന്ധനെ കണ്ടു. ജരാസന്ധൻ ആചാരമര്യാദ പ്രകാരം തന്നെ അവരെ സ്വീകരിച്ചു. അവൻ വന്ന കാര്യം ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഭിക്ഷ തരാമെന്ന് വാക്ക് തരണം. ബ്രാഹ്മണരുടെ കൈകളിൽ ഞാൻ തഴമ്പ് കണ്ട ജരാസന്ധൻ അവർ പ്രച്ഛന്നവേഷം ധരിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞു. എങ്കിലും അവരോട് പറഞ്ഞു, എൻ്റെ ശിരസ് വേണമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടി തരാൻ ഒരുക്കമാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടത് ദ്വന്ദ്വയുദ്ധമാണ്. ജരാസന്ധൻ പറഞ്ഞു, ഞാൻ ക്ഷത്രിയരോട് മാത്രമേ യുദ്ധം ചെയ്യൂ. അർജുനനെ കണ്ടിട്ട് ഇങ്ങനെ പറയുകയാണ്, ഇവന് ക്ഷത്രിയ ലക്ഷണമുണ്ട്, പക്ഷേ ഇവൻ എനിക്ക് ഇര പോരാ. ഭീമനെ ചൂണ്ടി പറഞ്ഞു, ഇവനെ കണ്ടാൽ അത്യാവശ്യം തടിമെടുക്കുണ്ട്, ഇവനെ വേണമെങ്കിൽ ഞാൻ ദ്വന്ദ്വയുദ്ധത്തിന് വിളിക്കാം. ഭഗവാന്റെ ഉദ്ദേശം പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങി. ഭീമസേനനും ജരാസന്ധനും തമ്മിലിടഞ്ഞു. അങ്ങനെ ഗദായുദ്ധം ആരംഭിച്ചു. ആ യുദ്ധങ്ങൾ തമ്മിലിടഞ്ഞപ്പോൾ മേഘഗർജനം മുഴങ്ങി, ഭൂമി കുലുങ്ങി, കെട്ടിടങ്ങൾ തകർന്നു വീണു, മരങ്ങൾ കടപുഴകി. ഗദ ജരാസന്ധന്റെ ശരീരത്തിലേറ്റപ്പോൾ ഗദ പൊടിഞ്ഞു പൊടി തുല്യമായി. ആർക്കും ജയപരാജയങ്ങൾ പ്രവചിക്കാൻ വയ്യാതായി. പകൽ യുദ്ധം രാത്രി മാത്രം. അപ്പോൾ ഇപ്രകാരം 27 ദിനരാത്രങ്ങൾ കഴിഞ്ഞു. ജരാസന്ധന്റെ ഉൽപ്പത്തി പോലെ തന്നെ വിനാശവും വേണമെന്ന് ഭഗവാൻ കണക്കാക്കി. ജരാസന്ധന്റെ ജന്മം തന്നെ വിചിത്രമായിരുന്നു. മഗധ രാജാവായിരുന്ന ബൃഹദ്രഥനാണ് പിതാവ്. അപ്പോൾ അദ്ദേഹം ജര എന്ന രാക്ഷസിയെ ഉപാസിച്ചിരുന്നു. ജര മനുഷ്യരോട് സ്നേഹമുള്ള രാക്ഷസിയാണ്, ഉപദ്രവകാരിയല്ല. അപ്പോൾ അവളെ ആരാധിച്ചാൽ മറ്റു രാക്ഷസിമാരുടെ ഉപദ്രവവും ഉണ്ടാകില്ല. അപ്പോൾ ജരയുടെ രൂപം ചുമരിൽ കൊത്തിവെച്ചാണ് ബൃഹദ്രഥൻ ആരാധിച്ചിരുന്നത്. കാശി രാജാവിൻ്റെ 2 പുത്രിമാരായിരുന്നു ജരാസന്ധന്റെ അമ്മമാർ. ഇതെങ്ങനെ 2 അമ്മമാർ എന്ന് സംശയം തോന്നിയില്ലേ? പറയാം. ബൃഹദ്രഥന് പുത്രന്മാരില്ലാതെ വളരെ കാലം ദുഃഖിച്ചു കഴിഞ്ഞു. ഒടുവിൽ ഗൗതമപുത്രനായ ചണ്ഡകൗശികൻ സഹായിച്ചു.
അദ്ദേഹം മന്ത്രം ജപിച്ച ഒരു മാമ്പഴം ബൃഹദ്രഥനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് രാജപത്നിക്ക് നൽകൂ, പുത്രനുണ്ടാകും എന്ന്. അപ്പോൾ ഇദ്ദേഹത്തിന് 2 പത്നിമാരുള്ള വിവരം മുനിയെ ധരിപ്പിച്ചിരുന്നില്ല. എന്തായാലും ബൃഹദ്രഥൻ കരുതി പങ്കിട്ട് 2 പത്നിമാർക്കും നൽകാം, അങ്ങനെ 2 പുത്രന്മാര് ഉണ്ടാകട്ടെ. അപ്പോൾ എന്നാൽ ഭാര്യമാർ പ്രസവിച്ചപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഇടതും വലതുമായി 2 ഭാഗങ്ങളായിട്ടായിരുന്നു. അതിനാൽ 2ഉം ചാപിള്ളയായി കിടന്നു. അപ്പോൾ രാജ്ഞിമാർ ഇതിനെ കളയാനായിട്ട് തുനിഞ്ഞപ്പോൾ ജര സഹായത്തിനെത്തി. കുട്ടിയെ അതായത് കുട്ടിയുടെ ഈ 2 ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തു. എന്നിട്ട് കുഞ്ഞ് ജീവിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവന് ജരാസന്ധൻ എന്ന പേര് വന്നത്. ഈ കാര്യം കൃഷ്ണൻ അറിയാമായിരുന്നു. ജരാസന്ധൻ്റെ ശരീരഭാഗങ്ങൾ വജ്രതുല്യമാണെന്നും ആയുധങ്ങൾ ആ ശരീരത്തിൽ തട്ടിയാൽ പൊടിഞ്ഞു പോകുമെന്നും അറിഞ്ഞിരുന്നു. അതിനാൽ അടുത്ത ദിവസം യുദ്ധവേളയിൽ ഭഗവാൻ ഭീമൻ കാണെ ഒരു ഇല വലിച്ചു കീറി ദൂരെ കളഞ്ഞു. അതിൻ്റെ പൊരുൾ ഭീമൻ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ യുദ്ധത്തിൽ അല്പം ക്ഷീണിതനായ ഭീമൻ പെട്ടെന്ന് ഉന്മേഷവാനും വർദ്ധിത ബലവാനുമായിട്ട് കാണപ്പെട്ടു. ഭഗവാൻ തൻ്റെ ചൈതന്യം ഭീമനിൽ ആവാഹിച്ചതായിരുന്നു അതിൻ്റെ രഹസ്യം. ഭീമന്റെ വർദ്ധിത പരാക്രമത്തിന് മുന്നിൽ ജരാസന്ധൻ ചേമ്പിൻ തണ്ട് പോലെ ദുർബലനായിട്ട് തീർന്നു. അപ്പോൾ ജരാസന്ധൻ്റെ ഒരു പാദം ഇടതുകാൽ കൊണ്ട് ചവിട്ടിപ്പിടിച്ച് മറ്റേ കാൽ പിടിച്ച് ഇങ്ങനെ വലിച്ചു. അപ്പോൾ ജന്മസമയത്തെ പോലെ ജരാസന്ധൻ നടുകേ പിളർന്ന് 2 ഭാഗമായി. 2 പകുതികളും 2 ഭാഗത്തേക്കാക്കി തൂക്കിയെറിയപ്പെട്ടു. അതോടെ ജരാസന്ധൻ ഭീമഛേദിതനായി കാലപുരിയിലെത്തി. അപ്പോൾ ഇതാണ് ജരാസന്ധ വധത്തെക്കുറിച്ചുള്ള കഥ. അതുപോലെ തന്നെ ശിവശക്തി ചൈതന്യമായ ശ്രീ വിഷ്ണുമായ അഥവാ ചാത്തൻ സ്വാമികളുടെ കഥ നമ്മളെ തുടർക്കഥയായിട്ട് ഇതിൽ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സബ്സ്ക്രൈബർ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഈ കഥ ഇപ്പോൾ പറയുന്നത്. ഉടനെ തന്നെ വിഷ്ണുമായ കഥകൾ ബാക്കി കൂടി എല്ലാവർക്കും കേൾക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.